ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അതാ നമ്മൾ വീണ്ടും പാല് ഇറക്കാൻ തുടങ്ങി. കേട്ടോ, ഈവനിങ് ഞാൻ എന്താ മൂക്ക് കയറിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ പാല് ഇറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ പാൽപാത്രം എന്താ കുട്ടീനെ നമ്മൾ ഒരു തവണ കുടിപ്പിച്ചിട്ടതാ കറന്നുകൊണ്ടിരിക്കേണ്ടത് രണ്ടാമത്തെ തവണയാണ്. കാരണം നമ്മൾ ഒറ്റ ചെറുത്തിൽ പാല് തരുന്നില്ല അല്ലേ. അമ്മിണിയല്ല അമ്മു പശു. അമ്മോ എന്തിനാണ്ടി അമ്മുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കണ്ട. എന്തിനാണ് അമ്മു നീ ഇങ്ങനെയൊക്കെ കാണിക്കണേ, പോട്ടെ, നീ സങ്കടപ്പെടണ്ട, വേദനയുണ്ട, മരുന്ന് വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ സ്നേഹത്തോടെ സംസാരിക്കണ്ട. സ്നേഹത്തോടെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ അവളുടെ അടുത്ത് എപ്പോഴും പെരുമാറിയിട്ടുള്ളൂ. അപ്പോൾ അപ്പുത പാല് ഇറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അപ്പുവാണെന്ന് പാല് ഇറവയൊക്കെ അപ്പുവിൻ്റെ ഡ്യൂട്ടിയാണെന്ന്. കാരണം ഇവളെ ഞാൻ പിടിക്കാമെന്ന് വെച്ചു ഇല്ലേ അമ്മ വന്ന പാവമാണ്. അവൾക്ക് വേദനിക്കുമ്പോഴാണ് അവൾ ചവിട്ടണത്. എന്താണ്ട ഞാനും അമ്മയും കൂടെ അവിടെ ഇരിക്കുകയാണ്. അമ്മു നോക്ക്, അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് പൊക്കുന്നുണ്ടോ. അതൊരു പേടിയുണ്ട് അപ്പൂന്. അതുകൊണ്ട് അപ്പൂൻ്റെ അടുത്ത് നന്നായി വലിച്ചു മുറുക്കി പിടിച്ചിരിക്കുക, എനിക്ക് പേടിയാവണു പറയും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് കറക്കുമ്പോൾ സംസാരിക്കില്ല. എങ്ങാനും തൊഴിച്ചാലോ ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് വേണം കറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവളുടെ അതന്നെ ഒരു അറ്റാക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പോൾ അപ്പു കറക്കുന്നുണ്ട് കേട്ടോ. ഡോക്ടറിന് വരുന്നുണ്ട്, പക്ഷെ ആളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആള് സമ്മതിക്കില്ല. ഞങ്ങൾ എടുക്കട്ടെ ചോദിച്ചു, അപ്പോൾ ഫുള്ള് വേണ്ട, ഞാൻ ഗവൺമെൻറ് സ്റ്റാഫല്ലേ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കണ്ട. ഞങ്ങൾ സാറ് ഇതുപോലെ ഇവൾക്ക് വന്നിട്ട് ഒരിക്കൽ കാൽഷ്യത്തിൻ്റെ ഇതൊക്കെ കുത്തിവെക്കുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു, സാർ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഇല്ല, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, അങ്ങനെ വീഡിയോയിലൊന്നും എന്നെ പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ സാറ് വരുമ്പോഴുള്ള വീഡിയോസൊന്നും അതുകൊണ്ടാണ് നമ്മൾ സാറ് വരുമ്പോഴുള്ള വീഡിയോസൊന്നും എടുക്കാത്ത കേട്ടോ. സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ വീഡിയോയിൽ എടുക്കാൻ പാടില്ല, അത് പ്രശ്നമാണെന്ന്. അതുകൊണ്ട് നമ്മൾ സാറിന് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇന്ന് പിന്നെ കഴിഞ്ഞില്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ 2 തവണ കുടിപ്പിച്ചാലേ ചുരത്തണുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കേട്ടാ, അതിനെ പേടിച്ചിട്ട് ഒരു കാമ്പിൽ കറന്നു കഴിഞ്ഞാൽ അത് കൊണ്ടുവച്ച് എന്നിട്ട് അടുത്ത കാമ്പിൽ ഇരിക്കുന്നു. കാരണം കാല് പൊക്കി, ഞാൻ വീഡിയോ എടുത്തില്ല, കാല് നല്ലോണം തറച്ചു. അപ്പോൾ അതാ നമ്മൾ ഇനി ഫുള്ളായിട്ട് കുടിപ്പിക്കാൻ വിട്ടിരിക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. ഫുള്ളും ഇനി കുടിച്ചെടുത്താൽ മാത്രമാണ് അതിൽ നീരില്ലാണ്ടിരിക്കുള്ളൂ കേട്ടോ. അവൾ ആ കാമ്പ് ഇപ്പോൾ കറക്കാൻ വിടണില്ല, ഒന്നും കൂടെ പാലിറങ്ങിയിട്ട് തോന്നുന്നു. ഈ വൈകുന്നേര സമയത്താണ് കൂടുതലും അവൾ നമ്മളെ കറപ്പിക്കാൻ വിടാത്തതിൽ പോവും. അപ്പോൾ പാലൊക്കെ അവിടെ കറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവളുടെ അകടിൽ വെള്ളം ഉറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞു പശുവിന് നിറയെ പാല് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് പാല് കിട്ടണില്ലെങ്കിലും കുഞ്ഞു പശു സാറിന്നും വരുന്നുണ്ട് കേട്ടോ, ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടിയിട്ട്. അടച്ചിട്ട് അവിടെ കൊണ്ട് വെക്കാം. നമ്മുടെ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് എല്ലാവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറേ കമൻറ്റ്സ് ഇടുന്നുണ്ട്. നമ്മൾ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി റിപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേര് കുറേ ഡൗട്ടായിട്ടും കുറേ ചോദിക്കുന്നുണ്ട്. നമ്മളത് ഈ ബുക്ക് ഇപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമുക്കപ്പോൾ എന്താ പറയുക, അതിനുള്ള ഒരു ഇതൊക്കെ നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ കമൻസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മുടെ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. നമുക്ക് പാത്രം കൊണ്ട് വയ്ക്കാം. പാലൊക്കെ കറന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടീനെ കുടിപ്പിക്കാൻ വേണ്ടി അവൾ കുടിച്ചോട്ടെ. പാൽപാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വരും കേട്ടോ. അവൾക്ക് കുത്തിവെക്കണതിൻ്റെ കുത്തിവെക്കുക പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ. കുത്തിവെക്കുക എന്ന് ഞാൻ പറയുന്നത് ചെനയ്ക്ക് കുത്തിവെക്കുന്നതല്ല. ഇവൾക്ക് അകിട് വീക്കം ഇല്ലാണ്ടിരിക്കാനും പിന്നെന്താ ഇപ്പോൾ പറഞ്ഞു പനിയില്ലാതിരിക്കാൻ, പിന്നെ അകിടിൽ പെയിൻ ഉണ്ടാവും, നീര് വന്നപ്പോൾ പെയിൻ, അകിടിൽ വേദന ഇല്ലാണ്ടിരിക്കാൻ
അകിടിൽ വേദന ഇല്ലാണ്ടിരിക്കാൻ, നീരില്ലാണ്ടിരിക്കാൻ, അതുപോലെ പനി വരാണ്ടിരിക്കാൻ. ഈ 3 2 ഇഞ്ചക്ഷൻ ഇടും. അപ്പോൾ ആദ്യത്തെ ഡോസ് 3 ആണെങ്കിൽ രണ്ടാമത്തെ ഡോസ് 2, മൂന്നാമത്തെ ഡോസ് 1 അങ്ങനെ. ഇവിടെ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ എന്താ കുളമ്പിന് കുത്തിയേക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുളമ്പ് രോഗത്തിന് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവര് ശരി കുത്തിവെച്ചില്ല. തിരിച്ചുപോയി. അതായത് ചെറുതിന് മാത്രം ചെയ്തു. അവൾക്ക് എന്താ തൊലിയുടെ പ്രശ്നം, സ്കിന്നുള്ളതും പിന്നെ കുളമ്പിനുള്ളതും ചെയ്തിട്ടുണ്ടായിരുന്നു, കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. കുളമ്പ് രോഗത്തിനുള്ളതും അതുപോലെ തന്നെ തൊലി സ്കിൻ പ്രോബ്ലം വരാണ്ടിരിക്കാനുള്ളതും കുഞ്ഞു പശുവിന് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകം പറഞ്ഞത്, നിങ്ങൾ തമിഴ്നാട് പശുക്കളെ വാങ്ങിക്കണ്ട, നമ്മളുടെ കാലാവസ്ഥയായിട്ട് ഒത്തുചേർന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരവിടെ നല്ല പാൽ കൊടുത്ത പശുക്കൾ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് വരുമ്പോൾ പാല് തരുന്നില്ല എന്നും കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പശു മേടിക്കുമ്പോൾ നോക്കി വാങ്ങിക്കാനാണ് അവർ പറഞ്ഞത്. മിക്കതും തമിഴ്നാട് പശു ഒഴിവാക്കാനാണ് കേട്ടോ ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങളും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മൾ ഇനി പശു വാങ്ങിക്കുമ്പോൾ എന്തായാലും നോക്കി വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ തമിഴ്നാട് പശുവാണ് എന്നാണ് പറഞ്ഞത്. ഈ തണുത്ത ഒരു ക്ലൈമറ്റ് ഇവർക്ക് അസുഖങ്ങൾ വരാൻ ഭയങ്കര ചാൻസ് ആണെന്നാണ് ഞാൻ 1-2 പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞതാണ്. ഈ മഞ്ഞുകാലം ആകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഈ പനി അല്ലെങ്കിൽ ഇതേപോലെ ഈ അകിട് നിൽക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ചിലർ പറയണ്ടായിരുന്നു കേട്ടോ, ഈ കാറ്റുകാലോ എന്തോ കാറ്റടിച്ച് പാല് കുറയും എന്നൊക്കെ പണ്ട് പറയണ്ടേ. എനിക്ക് ഉള്ളതാണെന്നൊന്നും എനിക്ക് അറിയില്ല. നമ്മൾ സൊസൈറ്റി പോകുമ്പോഴും അവിടെയും 1-2 ആൾ സംസാരിക്കണ്ടായിരുന്നു. ഇന്നലെ വൈക്കോൽ എടുക്കാൻ പോയപ്പോൾ അവിടെയും സംസാരിക്കുന്ന കേട്ടു. എന്താ വാസമൊന്നും അറിയില്ല കേട്ടോ. കാറ്റുകാലം ആയിക്കഴിഞ്ഞാൽ പാല് കുറയും. അതുപോലെ കാറ്റുകാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പൊക്കെ ആവുന്ന സമയത്ത് പശുക്കൾക്ക് കൂടുതൽ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വൈക്കോൽ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് പറഞ്ഞിട്ട് അവർ മഞ്ഞുകാലം കഴിയട്ടെ എന്നിട്ട് പശുക്കളെ മേടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ്ട നമ്മുടെ പശുക്കൾക്ക് നമ്മൾ വൈക്കോൽ ഇന്നലെ കൊണ്ടുവന്ന് ഇറക്കിയതാട്ടോ. ഒരു കെട്ടിനൊക്കെ 300 രൂപയൊക്കെ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ നല്ല വിലയായി. കാരണം വൈക്കോലൊന്നും എവിടെയും കിട്ടാനില്ല. അതാണ് വാസ്തവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ വീണ്ടും വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം കുട്ടി പാല് കുടിച്ച് കഴിഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. നമുക്കിതാ കോവയ്ക്കൻ്റെ ഇലയും അതുപോലെ കല്ലുപ്പും കൂടെ അരച്ചിട്ടുള്ളതാണ് കേട്ടോ. തേച്ച് കൊടുക്കണമെങ്കിൽ അവളുടെ മൂക്ക് കയറിൽ വലിച്ചു പിടിച്ചിട്ട് വേണം തേച്ച് കൊടുക്കാൻ. അപ്പോൾ അതും കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് അകിടിൽ അപ്പോൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് തേച്ച് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കുട്ടീനെ ഫുള്ളും കുടിപ്പിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതാ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ കുട്ടി കുടിക്കുമ്പോൾ ഒന്നും ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ പോലും അവൾ ഭയങ്കര തൊഴിക്കലാണ് കേട്ടോ. അത് നമ്മളെ പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.